ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ജീവിക്കുന്നത് ലോട്ടറി വിറ്റിട്ടാണ്. അപ്പം അതൊരു വരുമാന മാർഗമാക്കിയിട്ടാണ് മിക്ക ആൾക്കാരുടെ നിത്യജീവിതം തന്നെ കഴിഞ്ഞു പോകുന്നത്. പല ആൾക്കാരും അതിലൂടെയാണ് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തികളെ ലോട്ടറി എടുക്കാൻ വന്ന ആൾ പറ്റിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും ചീറ്റിങ് അനുഭവപ്പെട്ടാൽ എന്തായിരിക്കും? കഷ്ടം തന്നെയല്ലേ? വളരെ കഷ്ടം തന്നെയാണ്. ഹായ്, ഞാനിപ്പോൾ എന്താ ലോട്ടറിയുടെ കാര്യം സംസാരിക്കുന്നുണ്ടാവില്ലേ? ഞാൻ അങ്ങനെ പണ്ടൊക്കെ ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത ആൾ തന്നെയായിരുന്നു. പക്ഷെ വല്ലപ്പോഴൊക്കെ അടിക്കും, അങ്ങനെ സ്ഥിരമായിട്ടൊന്നും അടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴൊക്കെ ഞാൻ എടുക്കും, നാട്ടിലൊക്കെ പോകുമ്പോൾ എടുക്കും. അങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ഒക്കെ എടുക്കും. അങ്ങനെ ആയിപ്പില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ, വല്ലപ്പോഴൊക്കെ ലോട്ടറി കാണുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നും. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ലോട്ടറി അഡിക്റ്റഡ് ഒന്നുമല്ല കേട്ടോ. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ലോട്ടറിയുടെ എല്ലായിടത്തും ലോട്ടറി വിൽപ്പന കാര്യങ്ങളാണ് അല്ലേ. ഇപ്പോൾ ചില ആൾക്കാർ പറയും ലോട്ടറി എടുക്കരുത്, കാരണം അത് ഫുൾ പറ്റിപ്പാണ്, അതുകൊണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, അഡിക്റ്റായി പോയ പ്രശ്നമാണെന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ ഒരു മറുവശം നോക്കുകയാണെങ്കിൽ പല ആൾക്കാർക്കും വരുമാനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ലോട്ടറി. അതായത് പല ആൾക്കാരുടെ നിത്യജീവിത വരുമാനത്തിന് അവർക്ക് ഫുഡ് കഴിക്കാൻ, മെഡിസിൻ കഴിക്കാൻ ഒക്കെ ഉള്ളൊരു വരുമാന മാർഗ്ഗമാണ് ലോട്ടറി. അതിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പ്രായമുള്ള ആളുകളുണ്ടാവും, വികലാംഗരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ലോട്ടറി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിനെ എഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാർ. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എഗെയിൻസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഒരു മീഡിയം ഇതിലൂടെ പോവുകയാണ്. ഓക്കെ, ദിവസം മുമ്പ് നടന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അതായത് കോട്ടയത്താണ് സംഭവം. സൂസമ്മ എന്ന് പറയുന്ന ഒരു കണ്ണ് കാണാത്ത അന്ധയായിട്ടുള്ള ഒരു അമ്മയെ പലപ്പോഴായിട്ട് ഒരാൾ വന്നിട്ട് ലോട്ടറി എടുത്ത് പറ്റിക്കും, പൈസ കൊടുക്കില്ല. സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സ്ഥിരമായിട്ട്. പക്ഷെ ഈ കളക്ഷൻ കഴിഞ്ഞ് ഈ അമ്മ കണ്ണ് കാണൂല കേട്ടോ, കണ്ണ് കാണാത്ത സ്ത്രീയാണേ. ഈ സൂസമ്മ തന്നെ കണ്ണ് കാണാത്ത ഒരാളാണ്. അപ്പോൾ ഈ കണ്ണ് കാണാത്ത ആളെടുത്താണ് ഈ ചെറ്റത്തരം കാണിക്കുന്നത്. ഈ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഈ ആൾ അപ്പോൾ ഇങ്ങനെ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മയുടെ. സ്വാഭാവികമായിട്ട് അമ്മ എന്ത് ചെയ്തു, വിഷമത്തിലായി. സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന്. സുഹൃത്ത് എന്ത് ചെയ്തു, സുഹൃത്തിൻ്റെ അടുത്ത് പറയുക മാത്രമല്ല, പണ്ടെങ്ങാനും ഒരു സിനിമ സീരിയൽ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടി. ഈ പെൻ ക്യാമറ വെച്ചാൽ ആളെ പിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഐഡിയ തൻ്റെ സുഹൃത്തിനോട് പറയും. സുഹൃത്ത് മുഖേന അങ്ങനെ ഒരു പെൻ ക്യാമറ മേടിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഇവിടെ കുത്തിവെച്ചു. അപ്പോൾ ഇയാൾ വരുമ്പം ഈ ലോട്ടറി എടുത്തു കൊടുക്കുമല്ലോ, ആ സമയത്ത് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അവസാനം ആളെ പൊക്കിയും പിടിക്കുകയും ചെയ്തു. പക്ഷേ ആളെ പോലീസിൽ ഏൽപ്പിച്ചില്ല കേട്ടോ. സൂസമ്മ ചേച്ചി കാര്യം പറഞ്ഞു, വീഡിയോ ഒന്ന് കാണിക്കാം സൂസമ്മ ചേച്ചിയുടെ. ഇത് റോസമ്മ സുഭാഷ്. 10 വർഷമായി കോട്ടയം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നു. ജന്മനാ കാഴ്ച പരിമിതിയുള്ള ആളാണ് റോസമ്മ. അതായിരുന്നു റോസമ്മയുടെ മുന്നിലെത്തിയ ലോട്ടറി മോഷ്ടാക്കളുടെ ആത്മവിശ്വാസവും. എന്നാൽ ഒരു പെൻ ക്യാമറ റോസമ്മയുടെ മുന്നിലെത്തിയ മോഷ്ടാക്കളെ കുടുക്കി. മോഷണം നടക്കുമ്പം എങ്ങനെയാണ് ഒരു 10-12 മണിയാകുമ്പോഴത്തെ ടിക്കറ്റ് തീർന്ന് ഞാൻ വീട്ടിൽ പോകും. ആ കളക്ഷൻ നോക്കുമ്പോൾ കളക്ഷൻ കാണത്തില്ല. പേന വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ പേന വെച്ചുകൊണ്ട് ഇങ്ങനെ ആൾ വരുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പം ടിക്കറ്റ് എടുക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞ് പോയാലും ടിക്കറ്റ് എടുക്കുന്നത് നമുക്ക് ഈ പേനയിൽ പതിവില്ലേ. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതൊന്ന് ഊരി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി ഊരി നോക്കിയപ്പോൾ അതിനകത്ത് ഇവരെടുത്തിരിക്കുന്നതുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞ പോലീസ് സ്റ്റേഷൻ കൂടെ കാണിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, അല്ലെങ്കിൽ തന്നേക്കാൻ പറഞ്ഞു. പണ്ടെപ്പോഴോ കണ്ട ഒരു ടെലിവിഷൻ സീരിയലിൽ നിന്നാണ് റോസമ്മ ആദ്യമായി പെൻ ക്യാമറയെ കുറിച്ച് അറിയുന്നത്. സുഹൃത്തിനോട് പറഞ്ഞ് ക്യാമറ വാങ്ങി. മോഷ്ടാക്കൾ സ്ഥിരമായി ലോട്ടറി എടുക്കാനെത്തുന്ന സമയം മനസ്സിലാക്കി കാത്തിരുന്നു. ഒടുവിൽ കള്ളൻ പിടിയിൽ. അയാൾ തെറ്റേറ്റ് പറഞ്ഞു എന്നോട് മാപ്പ് ചോദിച്ചു. ഇതിന് മേലെ ഞാനത് ചെയ്യത്തില്ല എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ തെറ്റേറ്റ് പറഞ്ഞ് നമ്മളോട് മാപ്പ് പറയുന്ന ഒരാളെ നമ്മളൊരിക്കലും സമൂഹത്തിന് മുന്നിൽ
കളിയാക്കുന്ന നാണം കെടുക്കുന്നത് ശരിയല്ല. സങ്കടം തോന്നും കേട്ടോ. കാരണം ആ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കണ്ണ് കാണൂല, വേറെ ആരും സഹായിക്കാനില്ല, ജോലി ചെയ്തു, ലോട്ടറി വിട്ട് ജോലി ചെയ്തിട്ട് ആ ലോട്ടറി മോഷ്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ ചെറ്റയാണ് സത്യത്തിൽ. എന്ത് പാപമാണ് ആ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും. ഭയങ്കര കഷ്ടം തന്നെയാട്ടോ അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ ലോട്ടറി അടിച്ചാൽ അവന് ആ പൈസക്ക് വല്ലതും കിട്ടുമോ? അല്ല, അതുകൊണ്ടല്ല ലാഭം കിട്ടുമോ അവന്? ഫുഡ് ദഹിക്കുമോ അവന്? അവൻ കഴിക്കുന്ന ഭക്ഷണം പോലും ദഹിക്കത്തില്ല. ഞാൻ അതാ പറയാം, അവൻ കഴിക്കുന്ന ഫുഡ് പോലും അവന് ദഹിക്കത്തില്ല. ആ അമ്മ എന്നിട്ട് പറയുന്ന അവസാന സെൻറ്റൻസ് ഉണ്ട്, നിങ്ങൾ കേട്ടു നോക്കിയോ? ഞാൻ കേസാക്കിയില്ല, പോലീസിൽ കേസാക്കിയില്ല, കാരണം അയാൾ മാപ്പ് പറഞ്ഞ ആളെ നമ്മൾ ശിക്ഷിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. വളരെ സങ്കടം തോന്നുന്നത് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ. കാരണം ആ അമ്മ അയാൾക്ക് മാപ്പ് കൊടുത്തു. നിരന്തരമായിട്ട് ലോട്ടറി മോഷ്ടിക്കുന്ന ആളാണ്. അപ്പോൾ ആ വ്യക്തി ഒന്ന് മാപ്പ് പറഞ്ഞു, മാപ്പ് കൊടുത്തു. അപ്പം അമ്മയുടെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ കഷ്ടാട്ടോ. ഒരു പാവപ്പെട്ട ഒരു അമ്മ, എന്ത് പറയാൻ അതിനൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ, ഇത്രയും ക്രൂരമായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഭയങ്കര സങ്കടമാട്ടോ ഇതൊക്കെ കാണുമ്പോൾ. നിങ്ങൾ സഹായിക്കണ്ട, പക്ഷെ അവരെ ഉപദ്രവിക്കരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഇങ്ങനെ പല ആൾക്കാർക്കും വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് ജീവിച്ചു പോവുകയാണ് പല ആൾക്കാരും. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജോലി ചെയ്ത്, അത് ലോട്ടറി ആണെങ്കിൽ ലോട്ടറി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പറ്റിക്കരുത്, ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത്. ഇത് ഈ കേസ് മാത്രമല്ല, ഇതിന് മുമ്പും ഇങ്ങനെ കണ്ണ് കാണാത്ത ആൾക്കാരെ, കൂടുതൽ ആൾക്കാർ ഈ ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിട്ടും അതുപോലെ പൈസ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഇതൊക്കെ കൃത്രിമം കാണിച്ചിട്ടും പറ്റിക്കുന്നുണ്ട്. ഇങ്ങനെ പല കേസുകളും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവർ കണ്ണ് കാണാത്ത ആൾക്കാരാണ്, പാപമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഏറ്റവും വലിയ പാപമാണ്. അതായത് ഇത് നിങ്ങൾക്കൊരിക്കലും ദഹിക്കൂല. ഇതിൽ നിന്ന് എന്ത് ലാഭം നിങ്ങൾക്ക് കിട്ടിയാലും അതൊരിക്കലും ദഹിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന്. അത് മനസ്സിലാക്കുക. ഒരിക്കലും അവരെ പറ്റിക്കരുത്. കാരണം അവർ ജീവിക്കട്ടെ, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജീവിക്കട്ടെ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.